ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങിയാൽ ദിസ് ഈസ് ബൊക്കു ചാനൽ. എൻ്റെ പൊന്നളിയ ഭയം ഭക്തി ബഹുമാനം. ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത് ജനപ്രിയ നായകൻ ദിലീപ് നായകനായി ഇപ്പോൾ തിയേറ്ററിലേക്ക് കളം നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന മലയാള ചലച്ചിത്രം. പ്രധാന വേഷത്തിലായിട്ട് സ്പെഷ്യൽ ക്യാമിയോ അപ്പിയറൻസിൽ ലാലേട്ടൻ എത്തുന്നു. ഗില്ലിവാല ആൻഡ് വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ എത്തുന്നു. അപ്പോൾ ഈ ഒരു സിനിമയിൽ ഷാൻ റഹ്മാനാണ് മ്യൂസിക് നൽകിയത്. ഒറിജിനൽ സ്കോർ ഗോപി സുന്ദറാണ് നൽകിയത്. അതല്ല വിറ്റ്, ബബ്ബയ്ക്ക് ഞാൻ പോസിറ്റീവ് പറഞ്ഞപ്പം എനിക്ക് കമൻറ്റിലൊക്കെ വന്നിട്ട് തെറിവിളി, ആക്ഷേപണം. ഒരാളൊന്ന് പറയുകയാണ് പെയ്ഡ് റിവ്യൂ ആണെന്ന്. ആര് ചേട്ടാ, പെയ്ഡ് റിവ്യൂ ആണെങ്കിൽ എനിക്ക് പെയ്ഡ് തരണ്ടേ? ആരെങ്കിലും കാശ് തരണ്ട? ആര് തന്നു? നിങ്ങൾ എന്തോന്നാണ് പറയുന്നത്? ആരും തന്നില്ല. പെയ്ഡ് റിവ്യൂ ആണത്രേ. എനിക്ക് ഒരുപാട് കമൻസ് വന്നു. ആൻഡ് നിനക്ക് ഇങ്ങനെ എന്നടാ സംഭവിക്കുക, അങ്ങനെ ഒരുപാട് അധിക്ഷേപങ്ങൾ, കളിയാക്കല്, ചീത്ത വിളികള്. പിന്നെ ഇന്നലെയാണ് എനിക്കൊരു ചേച്ചിയാണെന്ന് തോന്നുന്നു, ചേച്ചി വന്നിട്ട് നീ പറയണമെന്ന് ആരും കേൾക്കൂലടാ, നീ പറയണമെന്ന് കേൾക്കാനൊന്നും ആളില്ലടാ, 10 പേരല്ലടാ കാണുന്നുള്ളൂ എന്നൊക്കെ വന്നത്. അപ്പോൾ ഞാനില്ലേ, ചേച്ചിക്ക് എന്നോട് എന്താണ് ഇത്ര വിരോധം എന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ. അപ്പം ഒരു സിനിമയ്ക്ക് ഞാൻ പോസിറ്റീവ് പറഞ്ഞു, അതിനിപ്പോൾ ദിലീപിൻ്റെ പടം ആയതുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ, അത്രയ്ക്കും എനിക്ക് നെഗറ്റീവ് വന്നു. അത്രയ്ക്ക് ഒരുപാട് ആൾക്കാർ എന്നെ ചീത്ത വിളിച്ചു, അധിക്ഷേപം പറഞ്ഞു, കളിയാക്കി, പെയ്ഡ് റിവ്യൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട്. ഇപ്പോഴും ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ട് അശ്വന്ത് ഗോക്ക് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ബബ്ബയുടെ റിവ്യൂവിൽ അശ്വന്ത് ഗോക്ക് പടം പന്നപ്പടമാണ്, കൂറപ്പടമാണ്, ലാലേട്ടൻ കാട്ടവരാതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനെ അശ്വന്ത് ഗോക്ക് പറഞ്ഞതിന് ഞാൻ റിയാക്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അശ്വന്ത് ഗോക്ക് അങ്ങനെ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല എന്നുള്ള ഒരു രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഉണ്ട്, നിങ്ങൾ പോയി ചെക്ക് ചെയ്താൽ മതി. ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കെല്ലാം മനസ്സിലാവും. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, അശ്വന്ത് ഗോക്ക് പറയുന്ന കാര്യം, ലാലേട്ടൻ ഇത്രയും അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഇത്രയും ഒരു കാട്ടപരാധമുള്ള ഒരു റോള് അദ്ദേഹം ചെയ്തിട്ടില്ല എന്നാണ് അശ്വന്ത് ഗോക്ക് പറഞ്ഞത്. അപ്പം ഞാൻ അതിനോട് റിപ്ലൈ പറഞ്ഞാണ്, ഓണസ്റ്റ്ലി എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇതിപ്പം എനിക്ക് തോന്നുന്നു ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ ഇഷ്യൂ ഉള്ളത് കൊണ്ടായിരിക്കാം. എനിക്ക് തോന്നുന്നു ഈ സിനിമയ്ക്ക് പരമാവധി നെഗറ്റീവ് വരുന്നുണ്ട്, അല്ലെങ്കിൽ പരമാവധി അടിച്ചമർത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആൾക്കാർ. ചിലപ്പോൾ വ്യക്തിപരമായിട്ടുള്ള വിദ്വേഷങ്ങൾ കൊണ്ട്, വിയോജിപ്പുകൾ കൊണ്ട്, വിരോധങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഇത് തോന്നിയേക്കാം. അതുകൊണ്ടായിരിക്കണം. കാരണം പരമാവധി അതായത് ആരെങ്കിലും എന്തെങ്കിലും ഒരു നല്ലത് പറഞ്ഞാൽ നിനക്കൊക്കെ പടം കാണാൻ അറിയാം, പോടാ നല്ലതൊന്നും അല്ല എന്നൊരു ടോക്കാണ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ ഫുൾ പോസിറ്റീവും കാര്യങ്ങളായിരുന്നു. ഒരു ഉച്ച ഷോ ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ നെഗറ്റീവിൻ്റെ അയ്യര് കളിയായിരുന്നു. അതെങ്ങനെയാണെന്നൊന്നും അറിഞ്ഞുകൂടാ. ഇനിയിപ്പോൾ അതായിരുന്നോ പെയ്ഡാണെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാനിങ്ങനെ ഇതേപോലെ വീഡിയോ ഒന്ന് ചെയ്ത് എനിക്ക് നന്നായിട്ട് വർക്കൗട്ടായി, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ പോയത് വ്യക്തിപരമായിട്ട് ഒരാളുടെ കാര്യങ്ങൾ നോക്കാനോ പിടിക്കാനൊന്നും അല്ല. ഞാൻ പോയ ആ സിനിമയിൽ ആ ക്യാരക്ടർ എന്താണ്, അല്ലെങ്കിൽ സിനിമ എന്താണ്, ആ സിനിമ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നു എന്ന് മാത്രമേ ഞാൻ നോക്കിയിരുന്നു. അതിലെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും കാര്യങ്ങളൊന്നും ഞാൻ തപ്പാനും പോയില്ല. എന്നെ അത് എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിച്ചു, എന്നെ അത് വാല്യൂ ചെയ്യിപ്പിച്ചു എന്നുള്ളതെന്ന് വെച്ചാൽ ഞാൻ 100% അതിനോട് യോജിക്കും. അപ്പോൾ ആ സിനിമയിൽ കണ്ടു, അതിൻ്റെ കുറേ റെഫറൻസുകളുണ്ട്, പഴയ റോളുകളുണ്ട്, പഴയ സംഭാഷണങ്ങളുണ്ട്, പഴയ സീൻസുകളൊക്കെ കൂട്ടിച്ചേർത്ത് ഇണചേർക്കുന്നതുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കത് റിലേറ്റബിൾ ആയിട്ട് തോന്നി, എനിക്കത് എൻജോയബിൾ ആയിട്ട് തോന്നി, എനിക്കത് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് തോന്നി. അപ്പോൾ ഞാനത് നന്നായിട്ട് അത് എൻജോയും ചെയ്തു. എനിക്ക് കാരണം അതിൽ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല, ഒരു ലോജിക്കോ ഒരു സ്റ്റോറിയോ ഒരു ബ്രില്യൻസോ ഒന്നുമില്ല. പക്ഷെ ചുമ്മാ ഇങ്ങനെ വെറുതെ വന്ന് എൻജോയ് ചെയ്തിരിക്കാനുള്ള ഒരു പടം. നിങ്ങൾ തന്നെ ആ ഇൻട്രോയിൽ സീനിൽ ആ DJ പാട്ടും സാൻഡിയും ദിലീപും തമ്മിലുള്ള അവിടെ ഉള്ള ഒരു സ്റ്റണ്ടും കാര്യങ്ങളും നോക്കി നോക്ക്, അത് പക്ക എൻ്റർടൈൻമെൻറ്റ് സ്റ്റഫാണ്. ആ സോന അമ്പാടി കുയിലല്ലേ ലാലേട്ടൻ്റെ പാട്ടൊക്കെ ഇട്ട് അവിടെ ഒരു വൈബ് ഉണ്ടാക്കി, അതിൻ്റെ ഇടയിൽ റോക്കറ്റും പടക്കങ്ങളൊക്കെ പൊട്ടി, അതൊരു വൈബ് സാധനമായിട്ടാണ്. എനിക്ക് നന്നായിട്ട് അത് വർക്കൗട്ടായി. ഞാനത് കുറേ നേരം ഇങ്ങനെ കുറേ നേരം തിയേറ്ററിൽ അങ്ങനെ വൈബായിരുന്നു, കാരണം ഒരു നല്ലൊരു. പിന്നെ ഇതിൽ ഇവിടെ തളപതി റെഫറൻസ് വരുന്നു, ഗില്ലി, ജിപ്സി, അജ്നറിലെ പാട്ട്, പിന്നെ
ദളപതി നഗർ, അങ്ങനെ അങ്ങനെ അവർ എല്ലാ റെഫറൻസും കൊണ്ടുവരുന്നു. ഇതിൽ ലാലേട്ടനെ അവർ ഇറക്കുന്നു. എന്തുകൊണ്ടാണ് ലാലേട്ടന് കാട്ടപരാധം എന്ന് ഇവർ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതെനിക്ക് ആ മുടി, ആ വിഗ്, അത് വലിയ ഒരു ഇതായിട്ടൊന്നും, അതെന്താണ് അത് എനിക്ക് അതൊരു ഇഷ്യൂ ആയിട്ടേ തോന്നിയില്ല. അതെനിക്ക് ഓക്കെ ഇഷ്യൂ ആയിട്ട് തന്നെയാണ് തോന്നിയത് ലാലേട്ടൻ വെച്ചുകൊണ്ട് വന്നപ്പോൾ. ലാലേട്ടൻ്റെ ആ ഇൻട്രോ ആയാലും, ലാലേട്ടൻ്റെ ആ സംസാരം, ലാലേട്ടൻ്റെ ചിരി, പിന്നെ ഈ സിനിമയിൽ ലാലേട്ടന് അതായത് ആ ക്യാരക്ടർ അങ്ങനെയാണ്. ലാലേട്ടൻ്റെ കൂടെ നിൽക്കുന്നവർ ലാലേട്ടൻ്റെ പൊക്കിയടിക്കും. അണ്ണനെ അവിടെ വന്ന് കാണാൻ വേണ്ട പറയേണ്ട ചുമ്മാരിയുടെ. അപ്പോൾ ആ ക്യാരക്ടർ വൈസ് അങ്ങനെയാണ്. അതുകൊണ്ട് ആ ഒരു ഇതൊക്കെ ഉണ്ട്. പിന്നെ ലാലേട്ടൻ വരുന്നത്, പിന്നെ അതിലേക്ക് അഴിഞ്ഞാട്ടം പാട്ട് ആദ്യം യൂട്യൂബിലൊക്കെ കേട്ടപ്പോൾ ആർക്കും താല്പര്യങ്ങളൊന്നുമില്ലായിരുന്നു. ഭയങ്കര ട്രോളുകളൊക്കെ ആയിരുന്നു. കാരണം എനിക്കിപ്പോഴും ആ ഫസ്റ്റ് ലൈൻസ്, ചിലർക്ക് നന്മകന ചിലർക്ക് നൻപന, ആ ലിറിക്സ് ഇപ്പോഴും ഞാൻ വേണ്ടാന്നേ പറയും. അത് ഒന്നും വാക്കല്ലാതെ. പിന്നെ ഈ അഴിഞ്ഞാട്ടം വന്നപ്പോൾ ഹൈപ്പ് കയറി എങ്ങോട്ട് അത് തിയേറ്ററിൽ ഞാൻ ഫസ്റ്റ് ഷോ കണ്ടപ്പോൾ എനിക്ക് നല്ല വൈബായിരുന്നു, ഡാൻസ് ചെയ്യാനും തോന്നി. അപ്പോൾ ഇപ്പോഴും പാട്ട് എല്ലാവരും തിയേറ്ററിൽ കേട്ടപ്പോൾ എല്ലാവർക്കും ഡാൻസ് ചെയ്യാനും നല്ല വൈബ് ചെയ്യാനുള്ള പാട്ടെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ ഒരു പടത്തിന് പോസിറ്റീവ് പറഞ്ഞപ്പോൾ ഇത്രയും അധിക്ഷേപങ്ങൾ എനിക്ക് ആദ്യമായിട്ടാണ് പറഞ്ഞത്, സത്യം പറയാമല്ലോ. അതായത് നെഗറ്റീവ് പറഞ്ഞപ്പോഴല്ല, ഒരു പടത്തിന് പോസിറ്റീവ് പറഞ്ഞപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അത് ചിലപ്പോൾ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല ആ ഒരു പ്രമുഖ നടന് വ്യക്തിപരമായ കാര്യങ്ങൾ സംഭവിച്ചത് കൊണ്ട്, ആ വ്യക്തിപരമായ വിനോദങ്ങൾ അല്ലെങ്കിൽ ആ വ്യക്തിപരമായ വിരോധങ്ങൾ, വിയോജിപ്പുകൾ വന്നുകൊണ്ട് അത് താല്പര്യമില്ലാത്ത ആൾക്കാർ ആ ഒരു പ്രമുഖ നടൻ്റെ സിനിമയെ പ്രൊമോട്ട് ചെയ്ത് അല്ലെങ്കിൽ പോസിറ്റീവ് പറഞ്ഞ് അല്ലെങ്കിൽ പൊക്കി അടിച്ചപ്പോൾ അത് അവർക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ അവർ പേഴ്സണലായിട്ട് എടുക്കുന്നു. അതാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. കാരണം അതിന് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കമൻസിൽ എനിക്ക് തെറി വിളിച്ച് ആക്ഷേപിച്ച് പെയ്ഡാണെന്ന് പറഞ്ഞ്, നീയൊക്കെ അവനെയും പൊക്കിക്കൊണ്ട് നടയെന്ന് പറഞ്ഞ്, അവൻ കള്ളനാണ് കൊള്ളക്കാരനാണെന്നൊക്കെ ഞാൻ പറഞ്ഞില്ല. ഞാൻ പോയി സിനിമയാണ് കണ്ടത്, ഞാൻ ആ സിനിമയിലെ ക്യാരക്ടറിനെയാണ് കണ്ടത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു, അത് ഞാൻ കൊള്ളാമെന്നും പറഞ്ഞു. അതിൽ ഞാൻ ഇപ്പോഴും മാറ്റി പറയാൻ തയ്യാറല്ല, മാറ്റി പറയത്തുമില്ല. കാരണം ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, അത്ര തന്നെ. ഇതിപ്പം നിങ്ങൾ അതാണ് പറഞ്ഞത്, വ്യക്തിപരമായി നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് അത് ഇടപഴകുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻ ഉണ്ടായേക്കാം, പക്ഷെ അത് എൻ്റെ ഒപ്പീനിയനിൽ മാറ്റമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത്, അപ്പോൾ എന്തിന് എൻ്റെ കമൻറ്റ് സെക്ഷനിലും എല്ലാത്തിലും വന്നിട്ട് അതാണ് ഉറക്കെ പറയാണ്, നീ പോടാ ഇങ്ങനെയൊക്കെ പറയാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിൻ്റെ താഴെ നോക്കിയാൽ മനസ്സിലാവും, ഈ ബബ്ബ വീഡിയോസിൻ്റെ താഴെ. ബാക്കിയെല്ലാ വീഡിയോസിനും എനിക്ക് നല്ല കമൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, എൻ്റെ പ്രിയപ്പെട്ടവർ തരുന്നത്. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുള്ളൂ. അവർ തന്നെയാണ് എനിക്ക് ഇത്രയും നാളെ എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നത്. അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഇനിയും അവർ തന്നെയായിരിക്കും എൻ്റെ കൂടെ നിൽക്കുമെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും. എന്നിരുന്നാലും ഞാൻ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ, അല്ലാതെ ആരോടും എനിക്ക് ദേഷ്യമോ പരിഭവമോ പരാതിയോ വിദ്വേഷമോ വിയോജിപ്പോ വിരോധമോ ഒന്നും തന്നെ ഇല്ല. എല്ലാവരോടും എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. കാരണം നിങ്ങളാണ് എന്നെ ഇതുവരെ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്തത്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ സപ്പോർട്ട് എന്നും നിലനിൽക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇനി നിങ്ങളും എൻ്റെ ചാനലിൽ ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിക്കുക. ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്, ഷെയർ കാര്യങ്ങളൊക്കെ ചെയ്യുക. വ്യൂസൊക്കെ തരിക. നിങ്ങളുടെ ഇഷ്ടങ്ങളുടെ കൂട്ടായ്മയിലേക്ക് എന്നെ ചേർക്കുക എന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ സിനിമ ഈ പ്രമുഖ നടന് വ്യക്തിപരമായ ഇങ്ങനെ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കേസും കാര്യങ്ങളും കൂട്ടുകെട്ടുകളും ഉള്ളതുകൊണ്ട് ഈ സിനിമയെ അടിച്ചമർത്തുന്നു, അല്ലെങ്കിൽ ഈ സിനിമയെ ആരെങ്കിലും പോസിറ്റീവ് പറഞ്ഞാൽ അതിന് നെഗറ്റീവ് പറയുന്നു എന്നുള്ള ഒരു തോട്ട് ഇപ്പോൾ ഉള്ളവർ പറയുന്നുണ്ട്. അതായത് ഞാൻ ഈ ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് റീൽസൊക്കെ കണ്ടിരുന്നു. ഞാൻ യൂട്യൂബിൽ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഭബ്ബ കൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചീത്തവിളിയാണ്, പഴി കേൾക്കലാണ്. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്ന ആൾക്കാർ പറയുന്ന വീഡിയോസൊക്കെ ഞാൻ റീൽസിലൊക്കെ കണ്ടായിരുന്നു. അതായത് ഇങ്ങനെ പിന്നെ ഈ കണ്ടന്റും ഉണ്ട്. അതായത് ബബ്ബ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എന്തിനാണ് എന്നെ വഴക്ക് പറയുന്നതെന്ന് ആലോചിക്കുന്ന ഞാൻ, ഒരു സിനിമ പോസിറ്റീവാണെന്ന് പറഞ്ഞതിന് എന്തിനാണ് ടെൻഷൻ അടിക്കുന്നതെന്ന് ആലോചിക്കുന്ന ഞാനെന്ന്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്,
ഒരു വ്യക്തിപരമായ ഒരു കേസിൻ്റെ അല്ലെങ്കിൽ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് ഇപ്പം അതിൻ്റെ ഒരു സത്യാവസ്ഥ അല്ലെങ്കിൽ ആ കേസിലേക്ക് നമുക്ക് പോകണ്ട. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ അവൾക്കൊപ്പം അവനെതിരെ അവനൊപ്പം അവൾക്കെതിരെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അതുമായിട്ട് നമുക്ക് പോകുന്നില്ല. നമ്മൾ സിനിമയുടെ ആ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ പോസിറ്റീവ് പറഞ്ഞുകൊണ്ട് എന്തൊക്കെ പുകിലായിരുന്നു എനിക്ക് കിട്ടിയത്. ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ കണ്ണ് കാണരുത്, അതുകൊണ്ടാണ് ഞാൻ കണ്ണാടി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയ്ക്കും ഉണ്ടായിരുന്നു എനിക്ക് ഇതും. അപ്പോൾ ഇപ്പോഴും അശ്വന്ത് ഗോക്കിൻ്റെ ആ വീഡിയോന് ഇപ്പോഴും ആൾക്കാർ വന്നിട്ട് കമൻറ്റ് പറയുന്നുണ്ട്, കൂറപ്പടം, അഴുക്കപ്പടം, നീ പൊടാ എണീറ്റ്, അങ്ങനെയൊക്കെ. അപ്പം എല്ലാവർക്കും ഞാൻ വളരെ മാന്യമായ രീതിക്ക് തന്നെയാണ് റിപ്ലൈ കൊടുക്കാറ്. ആരോടും ഞാൻ അതിര് വിട്ടോ ദേഷ്യം വിട്ടോ ഒന്നും റിപ്ലൈ അങ്ങനെ കൊടുക്കാറില്ല. എനിക്ക് എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. അവർക്ക് അവരുടെ താല്പര്യത്തിൽ അവർക്ക് കമൻറ്റിങ്ങിൽ ഇടുന്നു എന്നുള്ള സന്തോഷം മാത്രമേ എനിക്കുള്ളൂ. ഞാൻ എല്ലാവർക്കും റിപ്ലൈയും കൊടുക്കും. അത് അന്ന് തന്നെ റിപ്ലൈ കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ആലോചിക്കുന്നതും ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ ആരോടും വിദ്വേഷമോ വിരോധങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഒരു സിനിമയ്ക്ക് പോസിറ്റീവ് പറഞ്ഞുകൊണ്ട് മാത്രം നെഗറ്റീവ് അടിച്ചു എന്ന എൻ്റെ ഒരു ആദ്യ റിവ്യൂ ആണ്. അതിന് മെയിൻ കാരണക്കാരൻ ദിലീപാണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. കാരണം എനിക്ക് വീഡിയോസിന് കമൻറ്റിൽ വരുന്നതെല്ലാം ദിലീപിനെ കുറിച്ച് പറയുന്നതിൽ, ദിലീപിൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിൽ, സംസാരിക്കുന്നതിലും അതിന് വേണ്ടിയിട്ടുള്ള മാത്രമുള്ള കമൻസിലാണ്. പിന്നെ ഇടയിലാണ് ലാലേട്ടൻ്റെ മാറ്ററേ അവിടെ വരുന്നില്ല. അതായത് സിനിമ വോയിസ് നമ്മൾ സംസാരിക്കുന്നു, പക്ഷെ കമന്റിലൊക്കെ ദിലീപിന്റെ ഒരു വിഷു മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഈ ലാലേട്ടൻ കാട്ടവരാതും എനിക്ക് ഒരു എല്ലാവരും കണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ സിനിമയിൽ. അതായത് ഡയറക്ടർ ലാലേട്ടനെ എങ്ങനെ കൊണ്ടുവന്ന് ലാലേട്ടനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ലാലേട്ടനെ മീശ വിരി, മുണ്ടുപറി, പിന്നെ മടക്കി കുത്ത്, ഡാൻസ്, ഫൈറ്റ്, സ്റ്റണ്ട്, മാസ് ഡയലോഗ്, എല്ലാത്തിലും റെഫറൻസും കാര്യങ്ങളെല്ലാം മാക്സിമം ലാലേട്ടനെ എങ്ങനെ ഒരു അത്യാവശ്യം 20-22 മിനിറ്റിൽ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്ന് ഡയറക്ടർ കാണിച്ചു തന്നിട്ടുണ്ട്. അതെനിക്ക് ഒരിടത്തും ഓവറായിട്ടും തോന്നുന്നില്ല, അതെനിക്ക് ഒരിടത്തും കാട്ടവരാതായിട്ടും തോന്നില്ല. ഇന്നും ഇപ്പോഴും പടത്തിന് ആൾ കയറുന്നത് ലാലേട്ടന് ഒന്നാമത്തെ ആള് ഉള്ളതും കൊണ്ടാണ് ആൾക്കാർ നിറയുന്നത്. ലാലേട്ടൻ്റെ ആ റോളും കാര്യങ്ങളും സീനൊക്കെ കാണാൻ തന്നെ ഭയങ്കര വൈബായിരുന്നു, ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. അതായത് നിങ്ങൾ കണ്ട സാധനങ്ങൾ. പക്ഷേ നമ്മൾ ലാലേട്ടൻ മുണ്ടുപിരി, അല്ലെങ്കിൽ ലാലേട്ടൻ മീശിപിരി, ലാലേട്ടൻ മുണ്ടുപൊക്ക്, അല്ലെങ്കിൽ ലാലേട്ടൻ അത് അങ്ങനെ മടക്കി കുത്ത്, അങ്ങനെ ഇതെല്ലാം നമ്മൾ തന്നെ അപ്പോൾ തന്നെ വിളിച്ച് കാരണം അദ്ദേഹത്തിനെ കണ്ട് അദ്ദേഹത്തിന് ആ കരിഷ്മയും ആ ഓറയും ആ ഒരു സ്ക്രീൻ പ്രസൻസും ആ ഒരു ആറ്റിറ്റ്യൂഡൊന്നും ഇപ്പോഴും പോയിട്ടില്ല. അപ്പോൾ ഇപ്പോഴും ആ ഒരു ഓറ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു സിനിമയെ പോസിറ്റീവ് പറഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയതൊക്കെ നെഗറ്റീവായിരുന്നു ഗൈസ്. നിങ്ങൾ പറ, നിങ്ങൾക്ക് ബബ്ബ ശരിക്കും ഇഷ്ടപ്പെട്ടോ അതോ ഇഷ്ടപ്പെടാതിരുന്നില്ല? അതോ സപ്പോസ് ബബ്ബയിൽ ദിലീപ് അല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെടുമായിരുന്നോ? അതും കൂടെ എൻ്റെ കയ്യിൽ പറഞ്ഞേക്കുക ഗൈസ്. അപ്പോൾ ഇനിയും എൻ്റെ വീഡിയോസ് കാണണം, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോ, ലൈക്ക് ചെയ്തോ, കമൻറ്റ് ചെയ്തോ, ഷെയർ ചെയ്തോ, ഫ്രണ്ട്സുമായിട്ട് റെക്കമെൻഡ് ചെയ്തോ. ഒരുപാട് വീഡിയോസും ഒരുപാട് അപ്ഡേറ്റ്സും ഒരുപാട് കാര്യങ്ങളായിട്ട് വരാം, ഒരുപാട് കണ്ടന്റുമായിട്ട് വരാം. അപ്പോൾ അതുവരെ നിങ്ങളുടെ അടുത്ത ചാനലിൽ അടുത്ത കാര്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോസുമായിട്ട് അടുത്ത സമയങ്ങളിൽ വരാം ഗൈസ്. അപ്പോൾ ലവ് യു, ബൈ.